ജയ് ശ്രീറാം. ഇന്ന് വന്നിരിക്കുന്നത് ജഡായു എർത്ത് സെൻ്റർ ആണ്. കൊല്ലം ഡിസ്ട്രിക്ട് ജഡായുമംഗലം ലൊക്കേറ്റഡ് ആണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്റ്റാച്ചു ആണ് കേരള കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു രാമായണൻ്റെ സ്റ്റോറി ഉണ്ട്. രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ പോകുമ്പം ജഡായുയുടെ ചിറക് വെട്ടി വീഴ്ത്തുന്ന ഒരു സീനുണ്ട്. നേരെ വന്ന് വീഴുന്നത് ഈ ഒരു മലയുടെ മുകളിലാണ്. ഇതാണ് നമ്മളെ ജഡായു പാറ. ജഡായുമംഗലം യാത്ര തുടങ്ങി ഒരു 1.5 മണിക്കൂർ, ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. സോ കൊട്ടിയം റൂട്ടാണ് കയറി പോയത്. ബ്ലോക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ എടുത്തോളം. ചടയമംഗലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. സോ ഇതാണ് നമ്മൾ ജഡായുമംഗലം എർത്ത് സെൻറ്റർ. അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് കൗണ്ടറിൻ്റെ അടുത്ത്. പിന്നെ നല്ല ചൂടുമുണ്ട് ഞങ്ങൾ വന്നപ്പോഴൊക്കെ. സോ ഗൈസ്, അത് നമ്മൾ കേബിൾ കാറിലായിരിക്കും പോകുന്നത്. നമുക്ക് നടന്ന് വേണമെങ്കിൽ നടന്നും പോവാം. ടിക്കറ്റ് കൗണ്ടർ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നിങ്ങൾക്ക് കാണാം. ക്യൂലാണ് നിൽക്കുന്നത് ഗൈസ്.
ടിക്കറ്റ് എടുത്ത് നേരെ റൈറ്റിലേക്കാണ് പോകുന്നത്. ഈ സെക്യൂരിറ്റിക്ക് ടിക്കറ്റും കാണിച്ചിട്ടാണ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോർക്ക് പോകും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ നമുക്ക് അവിടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ഫസ്റ്റ് പേയ്മെൻറ്റ് അവർ ക്യാഷേ മേടിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ കയ്യിൽ ക്യാഷ് കരുതിയിട്ട് വരാവുള്ളൂ. കാർഡോ UPI ഒന്നും എടുക്കില്ല. പിന്നെ കേബിൾ കാറിന് അവർ ക്യാഷോ കാർഡോ UPI എന്ത് വേണമെങ്കിലും അവിടെ പേയ്മെൻറ്റ് അക്സെപ്റ്റബിൾ ആണ്. സോ ഫസ്റ്റ് പേയ്മെൻറ്റ് അവർ എപ്പോഴും ക്യാഷേ മേടിക്കും. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെയും ജസ്റ്റ് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ടാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ എൻ്റർ ആവുന്നത്. സോ ഗൈസ്, നേരത്തെ കാട്ടി റേറ്റ് കൂടിയിട്ടുണ്ട്. സോ ഇപ്പം വോക്ക് വേ ടിക്കറ്റിൻ്റെ റേറ്റ് ഏകദേശം 326 രൂപയാണ്. സീസൺ ടൈമിൽ ഇതിനെക്കാട്ടി കൂടാൻ സാധ്യത ഉണ്ട്. സോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേബിൾ കാർ ടിക്കറ്റ് വരുന്നത് 555 ആണ്, 555 രൂപയാണ്. അതും സീസൺ ടൈമിൽ റേറ്റ് കൂടും. സോ ഞങ്ങൾ പോയ സമയത്ത് റേറ്റ് കുറവായിരുന്നു. സോ ഇപ്പം ഏകദേശം റേറ്റ്. പിന്നെ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോക്ക് വേ ആണെങ്കിൽ രാവിലെ 10 തൊട്ട് 4:30 മണി വരെ സമയമുണ്ട്. കേബിൾ കാറാണെങ്കിൽ രാവിലെ 10 തൊട്ട് 5:30 വരെ സമയമുണ്ട്. സോ ഗൈസ്, കുറച്ച് നേരത്തേക്ക് വരിക, എന്നാലേ വൈബൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ മഴക്കാലം ആണെങ്കിൽ കേബിൾ കാർ ചിലപ്പോൾ അവൈലബിൾ അല്ലായിരിക്കും. പിന്നെ വോക്ക് വേ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഗൈസ്. പിന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് അവർ ക്യാഷ് എടുക്കുകയുള്ളൂ, അതും നോട്ട് ചെയ്തു. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് മേടിച്ച് നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ തന്നെ ഒരു ക്യാമറ, SLR ക്യാമറയിൽ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. ജഡായു സെൻറ്ററുകാർ തന്നെയാണ്. സോ അവർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് അവർ തരും. ടിക്കറ്റിനകത്ത് തന്നെ ഉണ്ടാവും. പ്ലസ് ഇല്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞാലും മതി, അവർ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോ അയച്ചു തരുന്നതാണ്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേബിൾ കാറിനകത്ത് കയറാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫൈനലി സീറ്റ് കിട്ടി ഇരുന്നിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ നിന്നോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ നോക്കണ്ട കേബിൾ കാറിനകത്ത് നിന്ന്. ബിക്കോസ് ഇത് നല്ല രീതിയിൽ ഷേക്കാവും. സോ ഡേഞ്ചറാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. സോ അത് ഒരു സേഫ്റ്റി അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നോ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങൾ എടുക്കാൻ നിങ്ങൾ നോക്കാം. यार बहुत मुश्किल से ले रहा हूँ सेल्फी. यहाँ पे देखो झुकना पड़ रहा है. हाइट होने का प्रॉब्लम यही है. दो कपल्स देखो कितने मस्त बैठे हैं यहाँ पे. मैं कुछ नहीं बोल रहा हूँ, ये बोल रहा हूँ कि 2 कपल्स आराम से बैठे हैं. और यहाँ पे हेलीपैड भी है. आई थिंक ഹെലിപ്പാഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ വരാനുള്ള ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് കേബിൾ കാറിന് ഇന്ന് തന്നെ ജഡായുടെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും എത്താറാവുമ്പോൾ. അടിപൊളി വൈബും ഒരു കേബിൾ കാറിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ നോക്കിയാലും കാണാം. പിന്നെ ഇങ്ങനെ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ മുകളിൽ തന്നെ ചായ കൗണ്ടറും ജ്യൂസിൻ്റെ കൗണ്ടറും സ്നാക്സൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കൗണ്ടർ ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. സോ ഇവിടെ റാംജിയുടെ ഒരു അമ്പലമുണ്ട്, ആ നേരെ കാണുന്ന റാംജിയുടെ ഒരു അമ്പലമാണ്. സോ അവിടെ നമുക്ക് ദർശനം കാര്യങ്ങളും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ ടൈമും കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. ഈ നേരെ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. ടെമ്പിൾ എൻട്രി അവിടെ ഈ കാണുന്നതാണ് നമ്മൾ റാംജിയുടെ ക്ഷേത്രം അമ്പലം. സോ ഇവിടെ പൂജ ചെയ്യുന്ന ടൈമും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റും ഈ ബോർഡിനകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ചെരുപ്പും ഷൂവും വെക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതിനൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ മേടിക്കും. റാംജിയുടെ അമ്പലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഈ ബോർഡിനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. സോ ഇനി നേരെ നമ്മൾ പോകുന്നത് ഇത് മ്യൂസിയമാണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോവുക. അത്യാവശ്യം നല്ല ചൂടും തിരക്കുണ്ടായിരുന്നു. സോ കണ്ടില്ല, ഇത് ക്യൂ ആണ്, നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേബിൾ കാറിൽ കയറാനുള്ള അവസരം വീണ്ടും കിട്ടുന്നത്. തിരക്കൊക്കെ കണ്ടില്ലേ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ കേബിൾ കാറിനകത്ത് കയറി തിരിച്ചു പോവുകയാണ്. സോ ഒരു വൈബ് നിങ്ങൾ കണ്ടു നോക്കുക, അടിപൊളി തന്നെയായിരുന്നു. एक्सपीरियंस कुछ എത്ര പറഞ്ഞാലും കുറവായിരിക്കും. सो गाइस, अगर आप लोग केरला आए तो जड़ाई मंगलम विजिट करके ही जाइएगा, नहीं तो आप लोगों का ट्रिप अधूरा हो जाएगा. केरला के अगर जड़ाई मंगलम विजिट नहीं किया तो फिर क्या ही आप लोग केरला विजिट किया, क्योंकि ये ट्रिप आपका अधूरा हो जाएगा नहीं तो. सो गाइस, कोल्लम डिस्ट्रिक्ट में आता है, जड़ाई मंगलम लोकेटेड होता है.